അപ്പോഴേ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാലേ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ റിസോർട്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പൂളിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂള് സെറ്റാക്കാൻ വേണ്ടി പോകട്ടോ. സ്വിമ്മിംഗ് പൂള് സെറ്റാക്കാൻ നോക്കുമ്പോഴേ ഒരു 4 ദിവസം പ്രോപ്പറായിട്ട് നമ്മൾ അതിനകത്ത് വേണ്ട ട്രീറ്റ്മെൻറ്റ് കെമിക്കലോ കാര്യങ്ങളൊന്നും ഫിൽട്രേഷനൊന്നും കൃത്യമായിട്ട് കൊടുക്കാത്തതുകൊണ്ട് ഒരു 4 ദിവസം കൃത്യമായ എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറി കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ പൂളിൽ കിടക്കുന്ന വെള്ളം മൊത്തം പുറത്തേക്ക് കളഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്ത വെള്ളം കയറ്റുക ആണ്, ഫുള്ള് ചെയ്യുകയാണ് എന്നാണ്. അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ഓരോ ദിവസവും വെള്ളത്തിൻ്റെ pHഉം ക്ലോറിൻ്റെ അളവും എല്ലാം കറക്റ്റായിട്ട് ബീക്കറിൽ വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യമായ pHഉം കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് നോർമലായിട്ട് ക്ലോറിൻ്റെ അളവെല്ലാം നോക്കി ഫിൽറ്ററും കാര്യങ്ങളും കൊടുത്ത് ക്ലിയർ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വന്ന് നമ്മൾ 4 ദിവസത്തേക്ക് അത് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തില്ല. കാരണം നമുക്കിവിടെ റിസോർട്ടിൽ മെയിൻ്റനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ വന്നു വെള്ളത്തിൻ്റെ pH ഒക്കെ നോക്കി. pH നോക്കി കഴിഞ്ഞപ്പോൾ pH വളരെ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് pH കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണം. അതായത് pHൻ്റെ ലെവൽ കുറച്ച് കൂടുതൽ നിർത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ കെമിക്കലൊക്കെ ഇട്ട് വെള്ളം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന പച്ച കളറ് കിടക്കുന്നത് നമ്മൾ 3-4 ദിവസം കൃത്യമായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റിനുള്ള മരുന്ന് കാര്യങ്ങളൊന്നും വെള്ളത്തിൽ ഇടാത്തത് കൊണ്ട് അതിനകത്ത് പായലിൻ്റെ അംശം വരുന്നതാണ്. അമ്ലം എന്ന് പറയുന്ന ഒരു അംശം കൂടുതൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കെമിക്കൽ ആദ്യം തന്നെ നമ്മൾ pH കൂടുതലാക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് വെള്ളം റീസർക്കുലേറ്റ് ചെയ്യണം. അതായത് മൊത്തം വെള്ളം ഒന്ന് ഇളകി മറിയാൻ വേണ്ടിയുള്ള പരിപാടി. അത് ഫിൽറ്ററിൽ തന്നെയുള്ള ഒരു ഓപ്ഷനാണ്. പ്രഷർ മുകളിലേക്ക് കയറി അങ്ങനെ ചെയ്യുകയാണ്. രാത്രി 8 മണിക്കായിട്ട് നമ്മൾ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ നമ്മൾ ബീക്കറിൽ വെള്ളം എടുത്ത് അതിനകത്ത് ലിക്വിഡ് ഒഴിച്ച് നമ്മൾ അതിനകത്ത് pHൻ്റെ അളവ് നോക്കുകയാണ്. ഈ സമയത്ത് ക്ലോറിൻ്റെ അളവ് വളരെ കുറവായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ നമുക്ക് ക്ലോറിൻ്റെ അംശം കൂടെ കൂടുതലായി കഴിഞ്ഞാൽ നമ്മളിടുന്ന കെമിക്കൽ വലിക്കാതെ വരും. അപ്പോൾ അത് നമ്മളങ്ങനെ ബീക്കറിൽ വെള്ളം എടുത്തിട്ട് 3 ഡ്രോപ്പ് വീതം ചാടിച്ച് ഇട്ടിട്ട് നോക്കുവാണ്. അപ്പോൾ കണ്ടോ pHൻ്റെ കളർ നന്നായിട്ട് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും നല്ലതായിട്ട് pH കയറി നിൽക്കണം. അങ്ങനെ pH കയറി നിന്നാലാണ് നമുക്കതിനകത്ത് പ്രോപ്പറായിട്ട് കെമിക്കലിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കണ്ടല്ലോ pHൻ്റെ ലെവൽ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കെമിക്കലിടാൻ പാകമായിട്ടുണ്ട്. നമ്മളിതിനകത്ത് വെള്ളം തെളിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ എന്ന് പറയുന്നത് ആലമാണ്. ഈ ആലം നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത്, അതായത് ഏകദേശം ഒരു 2 കിലോ അടുത്ത് ആലം നമ്മൾ ആ വെള്ളത്തിന് അത്തരം, അതായത് 27,000 ഏകദേശം ഒരു 28,500 ലിറ്റർ വെള്ളമാണ് നമ്മുടെ പൂളിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ അത്രയും വെള്ളത്തിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ മൊത്തത്തിൽ ഒന്നിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കുന്ന ആലം എന്ന് പറയുന്നത് 2 കിലോ 2.5 കിലോയാണ്. അത് മൊത്തം നമ്മുടെ വെള്ളത്തിലേക്ക് കലക്കി ഒഴിച്ച് മിക്സ് ചെയ്തു. ഇനി അത് കോലും കൊണ്ട് ശരിക്ക് വെട്ടി, അതായത് കോലും കൊണ്ട് തന്നെ നമ്മൾ ഇളക്കി വെള്ളം മൊത്തത്തിൽ മിക്സ് ചെയ്യണം. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് റീസർക്കുലേറ്റ് കൊടുത്ത് വെള്ളം മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ പരിപാടികളെല്ലാം തീർത്ത് നേരെ റൂമിലേക്ക് പോകാനുള്ള പരിപാടി നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നൈറ്റ് ഒരു ആംബിയൻസ് ആയിട്ടോ കാണുന്നത്. രാത്രി ആ ഒരു സമയത്ത് നമ്മുടെ റിസോർട്ടിലെ ലൈറ്റുകളെല്ലാം ഓണാക്കിയിട്ടിട്ട് ജസ്റ്റ് വെട്ടവും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ രാത്രി കെമിക്കലും കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്ത് റൂമൊക്കെ പൂട്ടി അവിടുന്ന് നേരെ താഴോട്ടിറങ്ങി പോകാട്ടോ. പിറ്റേന്ന് നേരം വെളുത്തു 5:30 മണിക്ക് എഴുന്നേറ്റു കേട്ടോ. 5:30 മണിക്ക് എഴുന്നേറ്റു. മൊബൈലെടുത്ത് സമയം നോക്കി. ആദ്യം തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് വേണം നമ്മുടെ പയ്യന്മാരെ 2 വിളിച്ചണിപ്പിക്കാൻ. കിടക്കപ്പായി കിടന്നുകൊണ്ട് തന്നെ ഉള്ളു. ഇതായതുകൊണ്ട് ലേറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ണിനൊരു മങ്ങൽ. ഈ കെമിക്കൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂര്യൻ ഉദിച്ച് സൂര്യൻ്റെ കിരണങ്ങൾ വെള്ളത്തിലേക്ക് തട്ടി വെള്ളം ചൂടാവുന്നതിന് മുന്നേ നമ്മൾ ഈ വെള്ളത്തിൽ അടിഞ്ഞു കിടക്കുന്ന പായലിനും പൊട്ടും പൊടികളും എല്ലാം ഉള്ള സാധനങ്ങൾ നമ്മൾ വേറെ മോട്ടർ വച്ച് വാക്യൂം ചെയ്ത് വലിച്ച് പുറത്തേക്ക് കളയണം. നമ്മുടെ ഫിൽറ്ററിൽ തന്നെ അത് അങ്ങനെ വലിച്ച് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട് എങ്കിൽ തന്നെയും ഫിൽറ്റർ വഴി നമ്മൾ വെള്ളം വലിച്ച് കളയുമ്പോൾ ഏകദേശം നമ്മുടെ സ്വിമ്മിംഗ് പൂളിനകത്തുനിന്നുള്ള
ഒരു പകുതിയോളം വെള്ളം പുറത്തേക്ക് പോകും. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് അരയുടെ ഒരു മോട്ടർ വച്ചിട്ട് ആ മോട്ടറിൽ തന്നെ വാക്യൂമിൻ്റെ പമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് ആ പമ്പ് വഴിയാണ് നമ്മൾ വെള്ളം വലിച്ച് കളയണം. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നിട്ടാ, ഹൂഡിയൊക്കെ ഇട്ടുകൊണ്ട് കയറി പോണ രംഗാട്ടേ കാണുന്നത്. അപ്പോൾ ഇതേ പയ്യെ പമ്മി നമ്മൾ നേരെ നമ്മുടെ ഹാൻഡ് റെയിലൊക്കെ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചേക്കണേ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചേക്കുവാണ്. ഈ പെയിൻറ്റിങ്ങും മെയിൻ്റനൻസും നടന്നുകൊണ്ടിരുന്നുകൊണ്ട് കേട്ടോ 4-5 ദിവസം പൂള് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതിരുന്നത്. അത് കണ്ടോ, നമ്മൾ പച്ചയായി കിടന്ന വെള്ളം നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് അതിനകത്ത് ഉണ്ടായിരുന്ന പൊട്ടും പൊടിയും കണ്ണും കരടും എല്ലാം നേരെ പൂളിൻ്റെ അടിയിലേക്ക് വലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മോട്ടർ അവിടെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വാക്യൂം ചെയ്തെടുക്കാനുള്ള പമ്പിൻ്റെ ഹോസ് അതിനകത്തേക്ക് കണക്ട് ചെയ്യുന്ന രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ അത് പമ്പ് മോട്ടറിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ലിവറുണ്ട്, ആ ലിവർ ആ വാക്യൂം പ്രഷറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സാധാരണ മോട്ടറിൽ വെള്ളം നിറയ്ക്കുന്ന മാതിരി വുഡ് വാൽവ് വെച്ച് സെറ്റ് ചെയ്ത് വെള്ളം നിറയ്ക്കുന്ന മാതിരി നമ്മൾ അതിനകത്ത് കുറച്ച് വെള്ളം സെറ്റ് ചെയ്തിട്ട് പൂളിൻ്റെ അടിയിലേക്ക് വെച്ചതിന് ശേഷം മോട്ടർ ഓണാക്കും. മോട്ടർ ഓണാക്കി ആ വാക്യൂം പമ്പിൽ പോകുന്ന രംഗം നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. അതിൻ്റെ അടിയിലുള്ള സകല പൊട്ടും പൊടിയും വേസ്റ്റും സാധനങ്ങളും എല്ലാം അത് ആ വാക്യൂം കണ്ടോ വലിച്ച് പുറത്തേക്ക് കളയുവാണ്. വെള്ളം നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു വന്നിട്ടില്ലെന്ന് നോക്കി. അപ്പോൾ ഒട്ടുമിക്ക ആളുകളുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് പൂളിലെ വെള്ളം ഓരോ ദിവസവും അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴും ഇത് നമ്മൾ മൊത്തം മോട്ടർ വെച്ച് അടിച്ച് പറ്റിച്ച് കളഞ്ഞിട്ട് വീണ്ടും വെള്ളം പുതിയ വെള്ളം പൂളിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒരു ധാരണ. അങ്ങനെയല്ല. അതാത് ദിവസങ്ങളിൽ വളരെ കൃത്യമായി ഫിൽട്രേഷനും കാര്യങ്ങളും വെള്ളം ടെസ്റ്റ് ചെയ്ത് വെള്ളത്തിന് എന്തൊക്കെയാണോ കണ്ടൻറ്റ് കുറവുള്ളത് അതെല്ലാം നമ്മൾ ചെയ്ത് ട്രീറ്റ് ചെയ്ത് അതാത് ദിവസങ്ങളിൽ രാത്രി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം pH ലെവല് ക്ലോറിൻ ലെവല് എല്ലാം കറക്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്താണ് കൊണ്ടുപോകുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് നമ്മുടെ ഫിൽട്രേഷൻ. ആ ഫിൽട്രേഷനിലാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനടിയിൽ അടിഞ്ഞേക്കുന്ന കെമിക്കല് കാര്യങ്ങളെല്ലാം അടിച്ച് പുറത്തേക്ക് കളയുന്ന രംഗാട്ടേ കാണുന്നത്. അത് കണ്ടോ, നമ്മൾ ആ വാക്യൂം പ്രഷർ വച്ച് പോകുന്ന അത്രയും സ്ഥലം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എല്ലാം നല്ല അടിപൊളിയായിട്ട് വാക്യൂം ചെയ്ത് എല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അവയർനെസ് എന്നപോലെ ഒരു രീതിയിൽ കണ്ടാൽ മാത്രം മതി. അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പഴയ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് പോയതാട്ടോ. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇൻ്റർവെല്ലിൻ്റെ ടൈമൊക്കെ ഓർമ്മ വന്നു. സ്കൂളിൻ്റെ മതിലേക്ക് ഇങ്ങനെ ഈ ചെടി കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളുത്തിട്ട് വലിച്ച് കളിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു നൊക്ലാച്ചി അടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ രാകേഷ് അങ്ങനെ വാക്കിങ്ങിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഏരിയ തീർത്ത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാക്യൂം പമ്പ് വച്ചു പോകുന്ന ഏരിയ മാത്രമേ അനങ്ങാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ആ വെള്ളത്തിന് എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിച്ച് ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ ആ സഡൻലി ആ സെക്കൻഡിൽ ആ കിടക്കുന്ന സാധനങ്ങളെല്ലാം വീണ്ടും വെള്ളത്തിലേക്ക് മിക്സ് ആവും. ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് മിക്സ് ആവാത്ത രീതിയിലാണ് നമ്മൾ ഈ സാധനങ്ങൾ വലിച്ച് പുറത്തേക്ക് കളയുന്നത്. കാരണം വെള്ളത്തിലേക്ക് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ദിവസം ഫുള്ള് വെയിറ്റ് ചെയ്ത് പൂൾ ഉപയോഗിക്കാതെ ഇട്ടേർന്ന് പിറ്റേത് രാത്രി കൂടെ ഈ പറഞ്ഞ മാതിരി ഒന്നും കൂടെ ട്രീറ്റ്മെൻറ്റ് നടത്തി എടുത്തിട്ട് വേണ്ടി വരും. ഇപ്പം നല്ല പൂളിൻ്റെ അടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാവുന്ന രീതിയിലായിട്ടില്ലേ നോക്കിയേ. അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 45 ദിവസം കൂടുമ്പോൾ ഒരിക്കലോ ആണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്തെന്താണെന്ന് ചെയ്യാൻ പറഞ്ഞല്ലോ, 4 ദിവസമായിട്ട് നമ്മൾ പൂളിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ അതിന് വേണ്ട കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു തരത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ പൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ക്ലോറിൻ ഇടുന്നുണ്ട്. ക്ലോറിൻ ഇടുന്നത് ആ കറക്റ്റ് ലെവലിൽ നോക്കി അതിൻ്റെ അളവിനനുസരിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലോറിൻ്റെ അളവ് ഒരു കാരണവശാലും വെള്ളത്തിൽ 27,000-28,000 ലിറ്റർ വെള്ളം കിടക്കുന്നതിൽ 1.5ൻ്റെ മേളിൽ ഒരു കാരണവശാലും ക്ലോറിൻ്റെ അളവ് ഉണ്ടാവില്ല. അതേപോലെ നമ്മുടെ pH ലെവൽ എപ്പോഴും 7.6 7.2 എന്ന ആ ഒരു റേഞ്ചിലായിരിക്കും. അപ്പോൾ പൂള് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് സെറ്റാക്കി നമ്മുടെ റിസോർട്ടിലേക്ക് വീണ്ടും താഴോട്ട് ഇറങ്ങി പോകുന്നു. നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഡോറിൻ്റെ ഒക്കെ കളറൊക്കെ അടിച്ച് നല്ല സെറ്റപ്പാക്കി പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി